പ്ലസ് വണ്ണിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ വളരെ ഈസിയാണ്. പക്ഷേ ഈ ഒരു ചാപ്റ്ററിലെ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ഫംഗ്ഷൻ ആ ഒരു ടോപ്പിക് എത്തുന്ന സമയത്ത് പലപ്പോഴും പലരും ബുദ്ധിമുട്ട് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് ഇത് ബുദ്ധിമുട്ടായി തോന്നുന്നത്? അതെന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ട് മാത്രം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഫംഗ്ഷൻ്റെ ഡൊമൈനും റേഞ്ചും എങ്ങനെ വളരെ ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാന്നുള്ളതാണ്. ഹൈ ഗൈസ്, മൈ നെയിം ഈസ് ഷാമിൽ. അപ്പോൾ വളരെ അടിപൊളിയായിട്ട് നമുക്ക് ഡൊമൈനും റേഞ്ചും പഠിച്ചെടുക്കാം. റെഡിയാണെന്ന് വിചാരിക്കുന്നു. സോ ഫംഗ്ഷൻ്റെ കേസിൽ എന്താണ് ഡൊമൈൻ, എന്താണ് റേഞ്ച് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമ്മളൊരു ഫംഗ്ഷൻ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. എക്സിൻ്റെ ടേമിലുള്ള ഏതെങ്കിലും ഒരു എക്സ്പ്രഷൻ ഉണ്ടാവും. ഓക്കെ, ആൻഡ് അത് നമ്മൾ y ഈക്വൽ ടു എന്ന് പറഞ്ഞും കൊടുക്കാറുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്താണെന്നുള്ളതാണ്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സിന് കൊടുക്കുന്ന വാല്യൂസാണ്, അല്ലെങ്കിൽ എക്സ് വാല്യൂസിനാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയാം. റേഞ്ച് എന്ന് പറഞ്ഞാൽ വൈ വാല്യൂസ്, അല്ലെങ്കിൽ നമുക്ക് വൈക്ക് കിട്ടുന്ന വാല്യൂസ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഡൊമൈൻ, ഒരു ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എക്സ് വാല്യൂസിനാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയാം. ഇത് നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ എക്സ് ആക്സിസ് വാല്യൂസ് എന്നും വേണമെങ്കിലും പറയാം. എക്സ് ആക്സിസിൽ പ്ലോട്ട് ചെയ്യുന്ന വാല്യൂസിനെയും നമ്മൾ ഡൊമൈൻ എന്ന് പറയും. രണ്ടും സെയിം ആണ്, എക്സ് ആക്സിസ് വാല്യൂസ് കേട്ടോ, ഗ്രാഫായിട്ട് വരുന്ന സമയത്ത്. ഇനി എന്താ റേഞ്ച്? റേഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വൈ വാല്യൂസിനെയാണ് റേഞ്ച് എന്ന് പറയാം. വൈ വാല്യൂസ്, അല്ലെങ്കിൽ നിങ്ങൾ വൈ ആക്സിസിൽ എടുക്കുന്ന വാല്യൂസ് ഇല്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈ ആക്സിസിൽ കിട്ടുന്ന വാല്യൂസ്, അതിനാണ് റേഞ്ച് എന്ന് പറയാം. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂ, വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ. എക്സ് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത്, വൈ എന്ന് പറഞ്ഞാൽ കിട്ടുന്നത്. ആ കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഡൊമൈനും റേഞ്ചും ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇനി ശ്രദ്ധിച്ചോ, രണ്ട് കേസിൽ മാത്രമേ നമുക്ക് ഫംഗ്ഷന് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻ ഉള്ളൂ ഡൊമൈൻ കൊടുക്കുന്നിടത്ത്. അത് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാൽ മതി. അതായത് നമുക്ക് ആ രണ്ട് കേസുകളെ പഠിക്കാനുള്ളൂ. ഞാൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ ഫംഗ്ഷന് ഡൊമൈൻ എല്ലാ റിയൽ നമ്പറും വരാം. എക്സിന് എനിക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാം, പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. പക്ഷേ ഈ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കേസ്, ഡൊമൈൻ എഴുതുന്ന സമയത്ത് നിങ്ങളുടെ ഫംഗ്ഷൻ ഈ ഒരു ടൈപ്പിലാണെങ്കിൽ, അതായത് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ഇങ്ങനെയാണ് ഉള്ളതെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പി ബൈ ക്യു എന്ന് പറയുന്ന ഫോമിലാന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഒരു റൂട്ട് എക്സ് എന്ന് പറയുന്ന ഫോമിലാന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഒരു റൂട്ട് പി എന്ത് വേണമെങ്കിലും കൊടുക്കാം, ഒരു റൂട്ട് പി എന്ന് പറയുന്ന ഫോമിലാന്ന് വിചാരിച്ചോ. നിങ്ങൾ ഇവിടെ ഡൊമൈൻ ഫൈൻഡ് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് കണ്ടീഷനും കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾ ഇത്ര കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഈ ഫംഗ്ഷൻ ഇതൊക്കെ എക്സിൻ്റെ ടേമിലായിരിക്കും. ഞാൻ ജസ്റ്റ് പി ബൈ ക്യു എന്ന് എഴുതിയെന്നേ ഉള്ളൂ. ഫംഗ്ഷൻ ഇത് എക്സിൻ്റെ ടേമിലായിരിക്കും, ഇതും എക്സിൻ്റെ ടേമിലായിരിക്കും ആ പി എന്ന് പറയുന്നത്. ഇങ്ങനെ എഴുതുന്ന സമയത്ത് ഫംഗ്ഷൻ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഈ ക്യു ഒരിക്കലും എന്താകരുത്, സീറോ ആകരുത്. ക്യു സീറോ ആകാത്ത എല്ലാ വാല്യൂസും ഡൊമൈൻ ആയിരിക്കും. ഈ ഒരു കേസിൽ ഈ റൂട്ടിൻ്റെ ഉള്ളിൽ വരുന്നത് എന്താണോ അത് സീറോനേക്കാളും കൂടുതലോ ആയാൽ മതി. അതായത് റൂട്ടിൻ്റെ ഉള്ളിൽ വരുന്നത് പോസിറ്റീവ് ആകുന്ന സമയത്ത് മാത്രമേ നമുക്കത് ഡിഫൈൻഡ് ആവും. അപ്പോൾ ആ ഒരു കാര്യം അറിഞ്ഞു വെക്കാം. റെഡി? ഈ രണ്ട് ഐഡിയ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻ്റെയും ഡൊമൈനും റേഞ്ചും നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഈസിയാണ്. എന്താണ്, ഇങ്ങനെ റാഷണൽ ഫോമിലാണ് തരുന്നതെങ്കിൽ ഡിനോമിനേറ്റർ ഒരിക്കലും സീറോ ആകരുത്. ഡിനോമിനേറ്റർ സീറോ ആകുന്ന വാല്യൂസ് ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം. ആൻഡ് ഇങ്ങനെ വരികയാണെങ്കിൽ റൂട്ടിൻ്റെ ഉള്ളിലുള്ള വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സീറോ ആക്കണം. കാരണം റൂട്ടിൻ്റെ ഉള്ളിൽ സീറോ അതിനേക്കാൾ കൂടുതലായ പോസിറ്റീവോ കിട്ടുമെങ്കിൽ മാത്രമേ ആ ഫംഗ്ഷന് വാല്യൂസ് ഉണ്ടാവും. റെഡി? അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചോദ്യങ്ങൾ ചെയ്യാം നോക്കേ. ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഗ്രാഫ് വെച്ച് പറയാൻ പറ്റും. ഫൈൻഡ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് മോഡ് എക്സ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മോഡ് എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് അത് ഇങ്ങനെ ഉണ്ടാവുക. ദിസ് ഈസ് മോഡ് എക്സ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് അല്ലേ, വി ഷേപ്പിൽ വരുന്നതാണ് മോഡ് എക്സ്. ഇതിന് പ്രത്യേകിച്ച് ഡൊമൈനും റേഞ്ചിനും എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഉണ്ടോ? നിങ്ങൾ ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സ് വാല്യൂസ് നിങ്ങൾക്ക് ഏതും എടുക്കാം, ഇവിടെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. റേഞ്ച് എന്ന് പറഞ്ഞാൽ വൈ ആക്സിസിലെ വാല്യൂസാണ്. നിങ്ങൾക്ക് ഏതൊക്കെ വൈ വാല്യൂസ് ആണ് കിട്ടിയത് എന്ന് നോക്കിയാൽ മതി. നോക്കി, ഇവിടെ 0 മുതൽ വാല്യൂസ് ഉണ്ട്. 0 മുതൽ പോസിറ്റീവ് വാല്യൂസിനെല്ലാം നേരെ ഗ്രാഫിൽ ഓരോ പോയിന്റ് ഉണ്ട്, ശരിയല്ലേ? അപ്പോൾ 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ളതാണ് നിങ്ങളുടെ റേഞ്ച്. ഇങ്ങനെയാണ് ഇതിൻ്റെ റേഞ്ച് എടുക്കുക. പക്ഷേ ഈ ഒരു ചോദ്യം മൈനസ് എക്സിൻ്റെതാണ്, മൈനസ് മോഡ് എക്സിൻ്റെത്. അപ്പോൾ ഗ്രാഫ് വരെ എങ്ങനെയാണെന്ന് അറിയടാ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് മോഡ് എക്സ് ആണെങ്കിൽ ഗ്രാഫ് വരുന്നത് ഈ ഒരു സ്ട്രക്ചറിലായിരിക്കും, വി ഷേപ്പ് ആയിരിക്കും. പക്ഷെ അതെന്തായിരിക്കും, തല തിരിഞ്ഞു പോകും. റെഡി? അപ്പോൾ ഇവിടെ ഡൊമൈൻ എല്ലാ വാല്യൂസും എടുക്കാം, പ്രത്യേകിച്ച് റെസ്ട്രിക്ഷനും കണ്ടീഷനും ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഡൊമൈൻ എടുക്കുക. ഡൊമൈൻ ഈസ് ഈക്വൽ ടു ആർ. ആർ എന്ന് പറഞ്ഞാൽ എന്താ, റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റ്, അതായത് എല്ലാ നമ്പേഴ്സും എടുക്കാം. ആൻഡ് വാട്ട് ഈസ് റേഞ്ച്? എടാ, ഇവിടുത്തെ റേഞ്ചാണ് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. വൈ ആക്സിസിലെ വാല്യൂസ് വന്നത് ഏതൊക്കെ നോക്ക്. പോസിറ്റീവ് വൈ വാല്യൂസ് ഒന്നുമില്ല. ഇതല്ലേ നമ്മൾ പോസിറ്റീവ് വൈ ആക്സിസ് ചെയ്ത, ഇതല്ലേ പോസിറ്റീവ് എക്സ് ആക്സിസ്. നെഗറ്റീവ് വൈ ആക്സിലെ വാല്യൂസ് ഇവിടെ നിങ്ങൾ ഏത് പോയിന്റ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഗ്രാഫിൽ ഒരു പോയിന്റ് ഉണ്ടാകും.
ശരി, അങ്ങനെയാണെങ്കിൽ ഏതാ നമ്മുടെ ഏറ്റവും മിനിമം വാല്യൂ? ഏറ്റവും മിനിമം വാല്യൂ ഏതാണെന്ന് നമുക്ക് അറിയില്ല. അതായത് ഏറ്റവും ചെറുത് കിട്ടുന്നത് മൈനസ് ഇൻഫിനിറ്റി. അപ്പോൾ മൈനസ് ഇൻഫിനിറ്റി നമ്മൾ ആദ്യം കൊടുക്കുന്നു. ഇൻഫിനിറ്റി വന്നാൽ ഓപ്പൺ ഇൻ്റർവെൽ. ഓക്കെ, അങ്ങനെയാണ് ഏറ്റവും വലിയ വാല്യൂ ഏതാ വരിക? 0. 0 അല്ലേ മാക്സിമം വാല്യൂ നിങ്ങൾക്ക് അവിടെ കിട്ടുക. അപ്പോൾ 0 ഇൻക്ലൂഡഡ് ആണെങ്കിൽ 0 ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നിങ്ങൾ അവിടെ എന്ത് ചെയ്യുക? ഒരു ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഇടുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയും ചോദിക്കാറുണ്ട്. ഗ്രാഫ് വെച്ച് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റും. ഈസിയാണ്, ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ ഈ ഒരു ചോദ്യം നോക്കിക്കോ. ഈ ഒരു ചോദ്യം വെച്ച് നമ്മൾ കൃത്യമായിട്ട് ഡൊമൈൻ ആൻഡ് റേഞ്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണേ. സോ എന്താ നിങ്ങളുടെ ഫംഗ്ഷൻ ഉള്ളത് എന്ന് ആദ്യം നോക്ക്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 ബൈ എക്സ് മൈനസ് 5. എടാ ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആ ഫംഗ്ഷനാണ് നിങ്ങൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ എഴുതിയാൽ വൈ തന്നെയാണ്, അങ്ങനെ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. എക്സ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 5. ഞാൻ പറഞ്ഞു ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സിലെ വാല്യൂസാണ്. എക്സിൻ്റെ വാല്യൂസ്. അപ്പം നിങ്ങൾ നോക്കി, ഈ ഒരു കണ്ടീഷനിൽ ഇവിടെ എക്സിന് എന്ത് കൊടുത്താൽ അത് 0 ആയി പോവുക? 5 കൊടുത്താൽ 5 മൈനസ് 5 0 ആകും. അപ്പോൾ നമ്മൾ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. എക്സ് മൈനസ് 5 ഒരിക്കലും എന്താകരുത്? 0 ആകരുത്. എക്സ് മൈനസ് 5 0 ആകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ -5 ഒന്ന് വേണം ഇങ്ങോട്ട് എടുത്തോ. അപ്പോൾ എക്സ് ഒരിക്കലും എന്താകരുത്? 5 ആകരുത്. അങ്ങനെയാണ് ഡൊമൈൻ നിങ്ങൾ എങ്ങനെ എഴുതേണ്ടതെന്ന് അറിയടാ. എല്ലാ റിയൽ നമ്പറും നിങ്ങൾക്ക് എടുക്കാം, ഒഴിച്ചിട്ട് ഈ 5 എന്ന് പറയുന്ന നമ്പർ. അപ്പോൾ നമ്മൾ സെറ്റായിട്ട് എഴുതണം. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ സെറ്റാണ്. അപ്പോൾ R മൈനസ് സെറ്റ് 5, ഇതൊരു സെറ്റാണ്, ഇതൊരു സെറ്റാണ്. അപ്പോൾ R റിയൽ നമ്പർ, അതിൽ നിന്ന് 5 ഒഴിച്ചിട്ടുള്ള എല്ലാം ഡൊമൈൻ ആയിരിക്കും. സിമ്പിൾ ആണല്ലോ. നമ്മൾ ഈ ഒരു റാഷണൽ ഫോമിൽ വരികയാണെങ്കിൽ ഫംഗ്ഷൻ്റെ കേസിൽ നമ്മൾ അങ്ങനെയാണ് എടുക്കാറുള്ളത്. അത് ഈസി ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇനി എങ്ങനെ റേഞ്ച് ഫൈൻഡ് ചെയ്യാന്നുള്ളത് കൂടി പറഞ്ഞുതരാം. റേഞ്ച് അങ്ങനെ ഈ കേസിലൊന്നും ചോദിക്കാറില്ല. ചോദിച്ചാലും നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് പറയാൻ പറ്റണം. നോക്ക്, ഈ ഫംഗ്ഷൻ y ഈക്വൽ ടു എക്സ് പ്ലസ് 2 ബൈ എക്സ് മൈനസ് 5 അല്ലേ? നിങ്ങൾ ഇത് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞാക്കി മാറ്റുക. അതെങ്ങനെ എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞാക്കുക? നോക്കടാ, ഞാനിത് എക്സ് ഈക്വൽ ടു എന്ന് ആക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ ബൈ ഉള്ളത് ഇങ്ങോട്ടേക്ക് എടുക്കുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ വരിക. y ബൈ എക്സ് മൈനസ് 5 ഇങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു എക്സ് മൈനസ് 5 ഈസ് ഈക്വൽ ടു, ഇവിടെ ആര് മാത്രമേ ഉള്ളൂ? എക്സ് പ്ലസ് 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് ബ്രാക്കറ്റിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യും. y എക്സ് മൈനസ് y ഇൻറ്റു 5y ഈക്വൽ ടു എക്സ് പ്ലസ് 2. ഓക്കെ, ഇനി ഇത് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞാണ് ആക്കേണ്ടത്. അപ്പോൾ എക്സ് ഒക്കെ ഒരു ഭാഗത്ത് വരട്ടെ. ഇവിടെ ഒരു എക്സ് ഉള്ള ടേം ഉണ്ട്. ഈ പ്ലസ് എക്സ് ഇങ്ങോട്ട് വന്നാൽ മൈനസ് എക്സ്. ഇവിടെ ഒരു 2 ഉണ്ട്. ഈ -5y ഇങ്ങോട്ട് വന്നാൽ +5y. എന്നിട്ടും ആയിട്ടില്ല. ഇവിടെ നിന്ന് എക്സ് കോമൺ എടുത്ത് നോക്ക്. എക്സ് കോമൺ എടുത്താൽ ഇതിൻ്റെ കൂടെ y ഉണ്ട്. ഇവിടെ നിന്ന് എക്സ് എടുത്താൽ പിന്നെ -1 മാത്രമല്ലേ ബാക്കി ഉണ്ടാവും. അപ്പോൾ 2 + 5y ഈക്വൽ ടു 2 + 5y. റെഡി അല്ലേ? xy മൈനസ് എക്സ്. ഇനിയും എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞായിട്ടില്ല. അപ്പോൾ ഞാൻ എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതാൻ വേണ്ടിയിട്ട് 2 + 5y ഡിവൈഡഡ് ബൈ y - 1 എന്ന് എഴുതി. നോക്ക്, രസമുണ്ട് അല്ലേ? രസമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് ഇനി എന്താ? റേഞ്ചാ. റേഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താടാ? y വാല്യൂസിനാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ y വാല്യൂസ് ആണ് റേഞ്ച് എങ്കിൽ ഇവിടെ yക്ക് എന്ത് വരരുത്? എന്ത് വന്നാൽ ഇത് കോളായിപ്പോവും, മൊത്തത്തിൽ അവരാതായിപ്പോവും. yക്ക് 0 വരാം. സോറി, ഈ ടേം 0 വരരുത്. അപ്പോൾ ഈ ടേം 0 വരരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ y - 1 ഒരിക്കലും 0 ആകരുത് എന്നല്ലേ അതിൻ്റെ അർത്ഥം. അതായത് -1 അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ y ഒരിക്കലും എന്താകരുത്? 1 ആകരുത്. 1 കൊടുത്താൽ 1 - 1 0 ആയിപ്പോയി. അപ്പോൾ ഡിഫൈൻഡ് ആവില്ല. റെഡി? അങ്ങനെയാണെങ്കിൽ y വാല്യൂ എന്താകരുത്? 1. y വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? റേഞ്ച്. അപ്പോൾ റേഞ്ച് നിങ്ങൾക്ക് കിട്ടുന്നത് എന്തായിരിക്കും? എല്ലാ റിയൽ നമ്പറും കിട്ടും ആൻഡ് എക്സെപ്റ്റ് ആര്? 1. അപ്പോൾ 1 എന്ന് പറയുന്ന സെറ്റ്. ഇതാ നോക്ക്, ഇത്രയേ ഉള്ളൂ പരിപാടി. കാര്യം ക്ലിയർ അല്ലേ? സിമ്പിളായിട്ട് മനസ്സിലാക്കണം. ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, റെഡി? ഇനി ഇതാ അടുത്തൊരു വെറൈറ്റി ഇതാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു √4 - x. ഇതെങ്ങനെയാണ് ചെയ്യുക? ഇത് വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞ കണ്ടീഷൻ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. റൂട്ടിൻ്റെ ഉള്ളിൽ വരുന്നത് ഓൾവേസ് ഗ്രെയ്റ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. റൂട്ടിൻ്റെ ഉള്ളിൽ എന്തുണ്ടോ അത് 0 0 കൂടുതലായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഡൊമൈനൊക്കെ ഈസി ആയിട്ട് കിട്ടും. ഞാൻ ഈ ഫംഗ്ഷൻ y ഈക്വൽ ടു √4 - x എന്ന് എഴുതട്ടെ. നമ്മൾ പറഞ്ഞത് പ്രകാരം 4 - x ആണ് റൂട്ടിൻ്റെ ഉള്ളിലുള്ളത്. അത് 0 കൂടുതലോ ആയാൽ മതി. അങ്ങനെയാണ് ഈ -x ഇങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ 4 ഗ്രെയ്റ്റർ ദാൻ ഓർ ഈക്വൽ ടു x അടാ. ഇതൊന്ന് അടിപൊളിയാക്കി എഴുതിയാൽ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് എഴുതിക്കൂടെ? അതായത് അതെന്താ സംഭവം? നിങ്ങൾ x എടുക്കുന്നതാണ് ഡൊമൈൻ. x എന്താകാം എന്ന് പറഞ്ഞത്? x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. x 4 4 കുറവോ ആകാം. ഞാൻ വെറുതെ ഒരു നമ്പർ ലൈൻ വരച്ച് നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. 4 എന്ന് പറയുന്ന നമ്പർ ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചു. 4 കുറവുള്ള നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അത് വരുന്നത് ആരായിരിക്കും? 4 കുറവുള്ളത്. ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ കൂടുതൽ ചെയ്യുക. അപ്പോൾ 4 കുറവുള്ള നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവരായിരിക്കും. അപ്പോൾ അത് എവിടെ വരെ പോകാം? -∞ വരെ പോകാം. അപ്പം നിങ്ങളുടെ എക്സിനെ പറ്റി
അതായത് ഡൊമെയിനെ പറ്റി നിങ്ങൾക്കൊരു ധാരണ കിട്ടി. ഡൊമെയിൻ ഈസ് ഈക്വൽ ടു 4 4 കുറഞ്ഞ വാല്യൂസോ. അപ്പോൾ ഏറ്റവും കുറവ് വരാൻ ചാൻസ് ഉള്ളത് ഏതാണെന്ന് അറിയില്ല. -∞ ആയിരിക്കും. അപ്പോൾ ആദ്യം നിങ്ങൾ -∞ ഇടുക, ഓപ്പൺ. ഇൻഫിനിറ്റി വന്നാൽ ഓപ്പൺ. ആൻഡ് 4 വരെ അല്ലേ, 4 വരെ. 4 ഇൻക്ലൂഡഡ് ആണോ? അതെ. എന്തുകൊണ്ട് 4 ഇൻക്ലൂഡഡ്? എടാ നോക്ക്, 4 എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് പറഞ്ഞത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിമ്പിൾ. ഈക്വൽ ടു സിമ്പിൾ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് ഇൻക്ലൂഡഡ് ആണെന്ന്. അപ്പോൾ ക്ലോസ്ഡ് ബ്രാക്കറ്റ്. റെഡി? അത് കിട്ടിയേ, ഫൈൻ. അങ്ങനെയാണെങ്കിൽ എടാ നോക്കിക്കോ, കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് എഴുതിയിട്ടുണ്ട്. ഡൊമെയിൻ -∞ ഫോർ ക്ലോസ്ഡ് ബ്രാക്കറ്റ്. അത് നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം. ഇനി അടുത്ത കേസിൽ ഇതിന്റെ റേഞ്ച് ഫൈൻഡ് ചെയ്യണം. റേഞ്ച് ഫൈൻഡ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. റൂട്ടിൻ്റെ ഉള്ളിലുള്ള വാല്യൂസ് നിങ്ങൾക്ക് എപ്പോഴും കിട്ടുക എന്തായിരിക്കും? 0യോ 0നേക്കാളും കൂടുതലോ ആയിരിക്കും. നിങ്ങൾ വെറുതെ ഇത് നിങ്ങൾ കൂടുതലായിട്ടൊന്നും ആലോചിക്കേണ്ട. റൂട്ടിൻ്റെ ഉള്ളിൽ വരുന്ന കേസിൽ നിങ്ങൾ ഈ ഡൊമൈൻ എടുത്ത് ഏതെങ്കിലും വാല്യൂസ് ഒന്ന് കൊടുത്തു നോക്കുക. 4 കൊടുത്തു നോക്ക്. 4 - 4 എന്താ ആൻസർ വരിക? 0. 0ന്റെ റൂട്ട് 0. ഓക്കെ. 1 കൊടുത്തു നോക്ക്. 4 - 1 റൂട്ട് 3. 2 കൊടുത്താൽ 4 - 2 റൂട്ട് 2. 3 കൊടുക്കുന്ന 4 - 3 റൂട്ട് 1. ഓക്കെ ആണേ. ഇനി അടുത്ത നിങ്ങളൊരു 0 കൊടുത്താൽ 4 - 0 റൂട്ട് 4 2 ആ. ഇനി അടുത്തത് നിങ്ങളൊരു -1 കൊടുത്താൽ 4 - -1 റൂട്ട് 5. ഇനി -2 കൊടുത്താൽ 4 - -2 റൂട്ട് 6. അതായത് 0 മുതലുള്ള എല്ലാ വാല്യൂസും ഇനി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. അപ്പം നിങ്ങൾ റേഞ്ച് ആയിട്ട് എഴുതേണ്ടത് ഇത്ര മാത്രം ചെയ്താൽ മതി. 0 കിട്ടുമല്ലോ. കാരണം എക്സിന് 4 വന്നാൽ 4 വരും. അപ്പോൾ 0 കിട്ടും. അപ്പോൾ 0 മുതൽ അങ്ങോട്ടേക്കുള്ള ഏത് പോസിറ്റീവ് വാല്യൂ ആണെങ്കിലും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ റേഞ്ച് ആയിട്ട് എടുക്കേണ്ടത് 0 to ∞. അതായത് നിങ്ങൾ ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. റൂട്ടിനുള്ളിലുള്ള വാല്യൂസ് ആണെങ്കിൽ അതെന്തായാലും പോസിറ്റീവോ 0 ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആൻസർ മൊത്തത്തിൽ കിട്ടേണ്ടത് എന്താ? പോസിറ്റീവോ 0യോ. സോ 0 മുതൽ ∞ വരെയുള്ളത് 0 ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇനി ഈ കേസിൽ റൂട്ടിൻ്റെ ഉള്ളിലുള്ളത് എപ്പോഴും 0 മുതൽ ∞ വരെ ആകണമെന്നില്ല കേട്ടോ. അങ്ങനത്തെ ഒരു ചോദ്യം കൂടി ഉണ്ട്. അത് നമുക്ക് കൃത്യമായിട്ട് പറയാം. ഈ കാര്യം ഒക്കെ ആണല്ലോ, ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം ഇതാണ് 2024 പബ്ലിക് എക്സാമിന് ചോദിച്ചത്. ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഫൈൻ ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് f(x) = √9 - x². നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ തന്നെ നിങ്ങൾ ആലോചിക്കുക. റൂട്ടിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അത് 0യോ 0നേക്കാൾ കൂടുതലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്നത് എന്താ? 9 - x². അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ y = √9 - x² എന്നാണ്. f(x) എന്ന് എഴുതിയാലും പ്രശ്നമില്ല. 9 - x² ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. -x² അങ്ങോട്ട് പോയാൽ 9 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x², അല്ലെങ്കിൽ തിരിച്ചെഴുതിയാൽ x² ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. അപ്പോൾ എന്തായിരിക്കും ആൻസർ വരിക? എക്സ് അല്ല, എക്സിന്റെ സ്ക്വയറാണ്. നിങ്ങൾ +or-3 ഒന്നും എടുക്കരുത് കേട്ടോ. x² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 എന്നാണ് പറഞ്ഞത്. x² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. അതായത് എക്സ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വരും ഒന്നെങ്കിൽ 3 ആയിരിക്കും, അല്ലെങ്കിൽ 3നേക്കാളും കുറവുള്ളത്. പക്ഷെ എല്ലാം ഒന്നും വരൂല. അതും കൃത്യമായിട്ട് നോട്ട് ചെയ്യണം. അതാ നോക്കേ, ഞാൻ ഇതാ ഒരു നമ്പർ ലൈൻ ഇവിടെയും വരച്ച് കാണിച്ചു തരാം. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാട്ടോ. നിങ്ങൾ ഇങ്ങനെ ഒന്നും ചെയ്യണ്ട. നോക്ക്, 3ന്റെ സ്ക്വയർ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 9 കിട്ടുക. അപ്പോൾ 3² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 കറക്റ്റാ. ഇനി 2ന്റെ സ്ക്വയർ എടുത്താൽ 2² 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 കറക്റ്റാ. 1 എടുത്താൽ 1² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 കറക്റ്റാ. 0 എടുത്താൽ 0² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 അതും കറക്റ്റാ. അവിടെ വരെയാണോ? അല്ല. നിങ്ങൾ -1 എടുത്താൽ -1ന്റെ സ്ക്വയർ 1 അല്ലേ? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 അത് കറക്റ്റാ. -2 എടുത്താൽ -2ന്റെ സ്ക്വയർ 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 അതും കറക്റ്റാ. ഇനി -3 എടുത്താൽ -3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 അതും കറക്റ്റാ. പക്ഷെ -3ന്റെ അതിന് ശേഷമുള്ള ഒരു വാല്യൂ എടുത്താലും അത് കറക്റ്റ് ആവില്ല. അപ്പം നിങ്ങളുടെ ഡൊമൈൻ വരുന്നത് ഈ ഒരു റീജിയനിലായിരിക്കും. x² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ആണെങ്കിൽ ഈ ഒരു റീജിയനിൽ വരുമ്പോൾ മാത്രമേ അത് കറക്റ്റ് ആകൂ. സോ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ x ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവെൽ -3 to 3 എന്ന. അതായത് നമ്മൾ ഇങ്ങനെ എഴുതാം, ഡൊമൈൻ ഈസ് ഈക്വൽ ടു -3 മുതൽ 3 വരെ. ക്ലോസ്ഡ് ഇന്റർവെൽ ആണ്. -3 3 ഇൻക്ലൂഡഡ്. റെഡി? അപ്പോൾ നിങ്ങൾക്ക് ഈ വാല്യൂസ് മാത്രമേ എക്സിന് കൊടുക്കാൻ പറ്റൂ. ഇതിന് ശേഷമുള്ള വാല്യൂസ് കൊടുക്കാൻ പറ്റൂല. -3ക്ക് മുമ്പുള്ളതും കൊടുക്കാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റേഞ്ച് ആണ് കേട്ടോ. ഇതിന്റെ റേഞ്ച് നല്ല രസമാണ് സത്യത ചെയ്യാൻ. നിങ്ങൾ -3 3 ആ വാല്യൂസ് മാത്രമേ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും ഡൊമൈൻ ആയിട്ട്. അതായത് എക്സിന് കൊടുക്കുന്ന വാല്യൂസ്. എക്സിന് എന്തെങ്കിലും വാല്യൂ കൊടുത്താൽ y വാല്യൂ എന്താ കിട്ടുകയെന്നല്ലേ നോക്കേണ്ടത്. ഞാൻ വെറുതെ വേണമെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. എക്സിന് 3 കൊടുത്തു നിങ്ങൾ. അപ്പോൾ y കിട്ടുക √9 - 3² 9 - 9 0. ആൻഡ് y ഈക്വൽ ടു നിങ്ങൾ 3 അല്ലേ കൊടുത്തത്. ഇനി ഒരു 2 കൊടുത്തു നോക്ക്. 9 - 2². അപ്പം കിട്ടുന്ന ആൻസർ √5 ആയിരിക്കും. 9 - 4. ഇനി y ഈസ് ഈക്വൽ ടു നിങ്ങളൊരു 8 കൊടുത്തു നോക്ക്. 8 കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ √8 കൊടുത്തോ. √8 കൊടുക്കാം, എന്താണെങ്കിലും കൊടുക്കട്ടെ. നിങ്ങൾക്ക് ഒരുപാട് വാല്യൂസ് കൊടുത്തു നോക്കാം. വേണ്ട, ഞാൻ 2 കൊടുത്തു, 3 കൊടുത്തു, 1 കൊടുക്കാം. അപ്പോൾ 1² ചെയ്യുന്ന സമയത്ത് √8 കിട്ടും.
കറക്റ്റ് അല്ലേ നോക്ക്. ഇനി y ഈക്വൽ ടു ഞാൻ 0 കൊടുക്കുന്ന സമയത്ത് 9 മൈനസ് 0 സ്ക്വയർ റൂട്ട് 9 ഈസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഞാൻ കൊടുക്കുന്നത് -3 ആണ്. അപ്പോൾ 9 മൈനസ് 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9 മൈനസ് 9 0 വരിക. 0 ആണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, 0 ആണ് കിട്ടുന്നതെങ്കിൽ റൂട്ട് 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 തന്നെ ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ വാല്യൂസിനെ പറ്റിയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുന്ന സമയത്ത് ഇനി ഏത് നെഗറ്റീവ് കൊടുത്താലും നിങ്ങൾക്ക് ഈ ഒരു പോസിറ്റീവ് വാല്യൂ മാത്രമേ കിട്ടൂ കേട്ടോ. അപ്പോൾ 0 ആണ് ഇതിൽ കിട്ടിയതിൽ വെച്ച് ഏറ്റവും മിനിമം. മാക്സിമം എന്ന് പറഞ്ഞാൽ 3 കിട്ടുക, അതിന് പുറത്തുള്ള ഒരു വാല്യൂസ് നിങ്ങൾക്ക് കിട്ടൂല. അപ്പോൾ റേഞ്ച് ആയിട്ട് എഴുതുന്ന സമയത്ത് വെറുതെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. റൂട്ടുള്ള കേസിലൊക്കെ നിങ്ങൾക്ക് ഡൊമൈൻ എന്താണോ കിട്ടിയത് ആ വാല്യൂസ് വെറുതെ ഒന്ന് ഫംഗ്ഷനിൽ കൊടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ റേഞ്ച് എഴുതുന്ന സമയത്ത് നിങ്ങൾ എന്താ എഴുതേണ്ടത്, 0 മുതൽ 3 വരെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 0 ആൻഡ് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 3. അപ്പോൾ ഇത് മാത്രമേ ഈ ഫംഗ്ഷന് കിട്ടും. അതായത് നിങ്ങൾ കിട്ടുന്ന വാല്യൂസ് റേഞ്ച്, നിങ്ങൾ കൊടുക്കുന്ന വാല്യൂസ് എക്സ്. റെഡി ആണല്ലോ? റേഞ്ച് എക്സ് അല്ലെങ്കിൽ ഡൊമൈൻ കേട്ടോ. അപ്പോൾ റേഞ്ച് നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്, ഡൊമൈനും കിട്ടി. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഏത് വന്നാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റൂലേ? ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതൊക്കെ വളരെ അടിപൊളിയായിട്ട് നിങ്ങൾ പഠിക്കുക. ആൻഡ് നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3 ഫൈൻഡ് ഇറ്റ്സ് ഡൊമൈൻ. ഫൈൻഡ് ഇറ്റ്സ് ഡൊമൈൻ. ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ടു യുവർ ഫ്രണ്ട്സ്. ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ കാണാം, ബൈ.